ശ്രീരാമൻ സംശയം ചോദിച്ചു, യോഗഭൂമികയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഒരു വ്യക്തി ആ യോഗഭൂമികയിൽ എത്തിയോ എന്നറിയാൻ എന്താണ് മാർഗം, അതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ്, യോഗഭൂമിയിൽ എത്തി എന്നുള്ളതിന്റെ ലക്ഷണം എന്താണ് ചോദിച്ചു. അതിന് മറുപടി ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ 3 യോഗഭൂമിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. മൂന്നാമത്തെ ഭൂമികയില് എത്തിക്കഴിഞ്ഞ ആ വ്യക്തി എല്ലാ മാലിന്യങ്ങളും, ഉള്ളിൽ നിന്ന് ചിത്തദോഷങ്ങളെല്ലാം നീങ്ങിപ്പോകും. എല്ലാ മാലിന്യങ്ങളും നീങ്ങി സങ്കല്പങ്ങളും ഒന്നും ഇല്ലാതായി ശുദ്ധനായി ഭവിക്കും എന്നാണ് പറഞ്ഞത്. ഉള്ളിലൊരു ശുദ്ധി വരും, ചിത്തം ശുദ്ധമാകും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ശ്രീരാമൻ അടുത്ത ഒരു സംശയം ചോദിച്ചത്. ഓർമ്മയുണ്ട്? ആ സംശയം ചോദിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് അല്ല, ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീരാമൻ ചോദിച്ചതാണ്, ഒരാൾ വളരെ താഴ്ന്ന കുലത്തിൽ ജനിച്ചു എന്ന് വിചാരിക്കുക, അതേപോലെ വിവേകമില്ല, മൂഢനാണ്, പ്രവൃത്തി മാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, യോഗികളുമായിട്ടുള്ള സത്സംഗമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സത്സംഗത്തിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ കഴിയുന്ന താഴ്ന്ന തലത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? ഈ സംസാര സമുദ്രത്തിൽ നിന്ന് ഇതിനെ എങ്ങനെ തരണം ചെയ്യാം? അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് ചോദിച്ചത്, ഇപ്പോ ഒരു വ്യക്തി, ഒരു സാധകൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭൂമികയിലെത്തി അദ്ദേഹം മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോ മുഴുവനാക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ സാധന അല്ലെങ്കിൽ യാത്ര, ഈ മാർഗത്തിലുള്ള യാത്ര പൂർത്തിയാക്കിയിട്ടില്ല. അതിനു മുമ്പ് മരണം വരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ സാധകൻ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. അപ്പൊ വസിഷ്ഠ മഹർഷി അതിന് മറുപടി പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇനി സാധനം ഒന്നും നിർത്തരുത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതുവരെ ചെയ്ത് നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തരുത് ആരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെയ്യാറുള്ളത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ മറുപടി പറഞ്ഞതാണ്, ഇപ്പോ വാസനകൾക്ക് അനുസരിച്ച് അല്ലെ, വാസനകളിൽ കുടുങ്ങി വിവേകമില്ലാതെ പ്രവൃത്തി മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകള്, അവർക്ക് ജന്മം ഇനിയും ആവർത്തിച്ചു വരേണ്ടി വരും. ഈ ജന്മം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ജന്മം വരും. കാരണം വാസനകൾ അപ്പോഴും ഉള്ളിലുണ്ട്. അതിനെ നീക്കം ചെയ്യാനുള്ള വിവേകമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിലുള്ള വാസനകൾ അങ്ങനെ നിൽക്കുന്നു, ചിലത് പ്രാരബ്ധമായിട്ട് ഉണർന്നു വരുന്നു. പിന്നെ ഈ പ്രാരബ്ധ കർമ്മം അനുഷ്ഠിക്കുമ്പോഴും പുതിയ വാസനകളും ഉണ്ടാവുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം വാസനകൾ അവസാനിക്കുന്നില്ല. അപ്പോ ഇങ്ങനെ മുന്നോട്ട് പോയി ഏതെങ്കിലും ജന്മത്തിൽ എപ്പോഴെങ്കിലും ആ ഒന്നാമത്തെ ഭൂമിക അതിലെത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ജനിക്കുക മരിക്കുക എന്നുള്ള പ്രോസസ്സ് അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതിലെത്തുന്നവരെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. സംസാരഗതി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് യാദൃശ്ചികമായിട്ട് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം സാധിച്ചു എന്ന് വരാം. അപ്പൊ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഏതെങ്കിലും ജന്മത്തിൽ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ, സംഭാഷണത്തിനിടയിൽ ഈ വ്യക്തിക്ക് ചിലപ്പോൾ വൈരാഗ്യം ഉണർന്നു വന്നു വരാം. അങ്ങനെയും രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കും. അപ്പോ എന്തുകൊണ്ടാണ് വൈരാഗ്യം ഉണർന്നു വന്നാൽ രക്ഷപ്പെടുന്ന പറയാനുള്ള കാരണം? ഈ വൈരാഗ്യം ഉണർന്നാൽ പിന്നെ ഭൂമിക തുടങ്ങുകയായി എന്നാണ് പറയുന്നത്. വൈരാഗ്യമാണ് വേണ്ടത്. അപ്പൊ വൈരാഗ്യം തുറന്നു കഴിഞ്ഞാൽ എന്തായാലും ഭൂമികയിലേക്ക് പ്രവേശിക്കും. വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കും, എന്താണ് സത്യം എന്നുള്ള അന്വേഷണം ഉള്ളിൽ വരും. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള തോന്നലൊക്കെ വരും, വിചാരമൊക്കെ വരും. അപ്പൊ എന്ത് സംഭവിക്കുക? ഒന്നാമത്തെ ഭൂമികയിലേക്ക് കിടക്കും. അതോടെ സംസാരം നശിക്കാൻ തുടങ്ങും. ഇതിങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്, അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ യോഗ ഭൂമികകള് ഓരോന്നായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവനെ സംബന്ധിച്ച് ഓരോ ഭൂമികയുടെയും ക്രമത്തിനനുസരിച്ച് പൂർവജന്മത്തിലുണ്ടായിരുന്ന ദുഷ്കർമ്മങ്ങളെല്ലാം കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. പൂർവജന്മത്തിൽ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ അത് ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതൊക്കെ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അവർക്ക് പിന്നെ എന്ത് സംഭവിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ, അവര് അനന്തര ജന്മത്തില് എന്താണ് സുഖമുള്ളൊരു ജീവിതമാണ് അവർക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. നല്ലൊരു ലൈഫാണ് അവർക്ക് കിട്ടുക. പിന്നെ
ആ സുഹൃതത്തിന്റെ ഫലം അവർക്ക് അനുഭവിക്കാനിട വരും. അതും ക്ഷയിക്കും. സുഹൃതത്തിന്റെ ഫലം അനുഭവിച്ച് അതും ക്ഷയിക്കാനിട വരും. പൂർവ്വജന്മത്തിലെ ദുഷ്കൃതം ഒക്കെ ആ ഫലം അനുഭവിച്ചുകൊണ്ട് ക്ഷയിക്കും. എന്നിട്ട് അവർ അവസാനം ഭൂമിയിൽ തന്നെ യോഗികളുടെ കുലത്തിൽ വന്ന് ജനിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ആ ജനിക്കുന്ന കുലത്തിൽ ആരെങ്കിലും യോഗികൾ ഉണ്ടാവും. അപ്പൊ യോഗികളുടെ കുലത്തിൽ വന്ന് ജനിക്കും. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല ഭഗവത്ഗീതയിലും കേട്ടിട്ടുണ്ട്. അപ്പോ എങ്ങനെയുള്ള ആ കുലമാണ്, എങ്ങനെയുള്ള ഗൃഹമാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഐശ്വര്യമുള്ള ആളുകള്, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളുകള് രക്ഷിക്കുന്ന ഗൃഹത്തിൽ വന്ന് ജനിക്കാൻ ഇടവരും എന്നാണ് പറയുന്നത്. അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ കുലത്തിൽ, ആ ഗൃഹത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തില് ആ യോഗഭൂമി ഇടയ്ക്ക് വെച്ച് നിന്നിരിക്കുകയാണ്. അപ്പൊ ഈ പുതിയ ജന്മത്തിൽ അത് ഓർമ്മ വരുന്നതാണ്. ഒരു സ്റ്റേജില് അത് ഓർമ്മ വരും. ആ വാസന ഉള്ളിലുണ്ടാവും, ആ യോഗ വാസന ഉള്ളിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? യോഗമാർഗത്തില് കടന്നു വരും എന്നാണ്. യോഗമാർഗത്തിൽ എത്തും അവരടുത്ത ജന്മത്തില് എന്നാണ് അത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാലോ പിന്നെ ആദ്യം മുതൽ തുറക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ യോഗഭൂമിയെ തിരിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. മുമ്പ് എവിടെയാണോ നിർത്തിയത് അവിടെ എത്തിച്ചേരും അവര്. അതിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ, നമ്മളിപ്പോ സാധന ചെയ്തിട്ട് എവിടെയാണോ എത്തി നിൽക്കുന്നത്, ഇപ്പൊ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അടുത്ത ജന്മത്തില് നല്ലൊരു കുലത്തിലാണ് നമ്മൾ ജനിക്കുക. എന്നിട്ട് വീണ്ടും ഇത് ഇപ്പൊ എവിടെയാണോ അവസാനിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി എന്ന്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ വെച്ച് നിർത്തരുത് എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായോ? എന്തായാലും ഇവിടുന്ന് തുടങ്ങാൻ പറ്റൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ജന്മത്തിലേ മാറ്റിവെക്കരുത്. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പൊ ചെയ്യുന്ന സാധനാനുഷ്ഠാനങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുക എല്ലാവരും. അപ്പോ അങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്കൊന്നും നഷ്ടം സംഭവിക്കില്ല. ഈ യോഗഭൂമികളിൽ ഏതിലെങ്കിലുമൊക്കെ എത്തിയിട്ട് മരണപ്പെടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അടുത്ത ജന്മം നല്ല കുലത്തിലായിരിക്കും ജനിക്കുക. പിന്നെ അവിടുന്ന് ആ യോഗ വാസനയുടെ ഫലമായിട്ട് യോഗമാർഗത്തിൽ തന്നെ വരും. യോഗഭൂമി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കും എന്നാണ്. അപ്പൊ ഇതൊരിക്കലും നഷ്ടപ്പെടില്ല, ഒരിക്കലും നഷ്ടാവില്ല. ഇനി തുടർന്ന് പറയുന്നു, ആദ്യം പറഞ്ഞ യോഗഭൂമികൾ ഉണ്ടല്ലോ 3 അതിനെ ജാഗ്രത് എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 ഭൂമികളിൽ എത്തിയാലും അവിടെ ഭേദബുദ്ധി ഉണ്ട്. അത് വേറെ ഇത് വേറെ എന്നുള്ള ആ ഒരു തോന്നൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജാഗ്രത് എന്ന് പറയാൻ കാരണം. അപ്പൊ ഈ ഭൂമികളില് സ്ഥിതി ചെയ്യുന്നവർക്ക് എന്താണ്, അവർക്ക് ഒരു ശ്രേഷ്ഠതയൊക്കെ വരും, ആര്യത എന്നാണ്, അതൊക്കെ വരും എന്നാണ് അവര്. അപ്പൊ ഇത് കാണുമ്പോ ഇവരുടെ ആ ഒരു ശ്രേഷ്ഠത കാണാം, അവരുടെ ഒരു മഹത്വം കാണുമ്പോ വിവേകമില്ലാത്തവർക്ക് പോലും മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ചിലപ്പോ വരാം എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശ്രേഷ്ഠരായിരിക്കും ഇവര് എന്നാണ് പറയുന്നത്. അപ്പൊ ആരെയാണ് ശ്രേഷ്ഠര് എന്ന് പറയാം, അല്ലെങ്കിൽ ആര്യൻ എന്ന് പറയാം? അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, അതേസമയം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യൂല എന്നാണ് പറയുന്നത്. അതിലിപ്പൊ എന്തെല്ലാം ആചാരങ്ങൾ നിലവിലുണ്ടോ അതൊക്കെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള ആളെയാണ് ശ്രേഷ്ഠൻ, ആര്യൻ എന്ന് പറയും. അപ്പൊ ആചാരത്തിന് ചേർന്ന രീതിയിൽ ശാസ്ത്രത്തിനനുസരിച്ച് അപ്പോഴത്തെ ആ തൽക്കാലം പ്രസന്റ് അല്ലെ, ആ ഒരു കാലത്തിനനുസരിച്ച് കർമ്മരംഗത്ത് മുന്നോട്ട് പോകുന്ന ആളെയാണ് ആര്യൻ എന്ന് പറയും. അപ്പൊ ആദ്യത്തെ 1ാമത്തെ ഭൂമികയിൽ തുടങ്ങും, എന്നിട്ട് 2ാമത്തെയും 3ാമത്തെയും ഭൂമികയില് അത് വളരും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു മഹത്വം നിലനിൽക്കുമ്പോൾ, ആ ഒരു ആര്യത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠത അത് നിലനിൽക്കുമ്പോൾ മരണപ്പെടുകയാണെങ്കിൽ ആ യോഗി നേരത്തെ നല്ല സങ്കല്പങ്ങളിലൂടെ സുരുക്കൂട്ടി വെച്ച ലോകസുഖങ്ങളൊക്കെ അനുഭവിക്കും. എന്നിട്ട് യോഗമാർഗത്തിലേക്ക് തന്നെ വീണ്ടും ജനിക്കാൻ ഇടവരും എന്നാണ് പറയുന്നത്. മനസ്സിലായത്? അതുകൊണ്ട് ഒരിക്കലും ചെയ്തതൊരിക്കലും നഷ്ടമാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 3 ഭൂമികകളിലെ പ്രാക്ടീസ് കൊണ്ട് തന്നെ അജ്ഞാനമില്ലാതെയാവും, അജ്ഞാനം ക്ഷയിക്കും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഉള്ളിൽ ജ്ഞാനം ഉണരാൻ തുടങ്ങും, ജ്ഞാനം പ്രകാശിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് 4ാമത്തെ ഭൂമികയിലേക്ക് കിടക്കും. 4ാമത്തെ ഭൂമികയിലേക്ക് കടക്കുമ്പോഴേക്ക് സത്യം എന്താന്ന് ഉറപ്പ് വരും, അത് തെളിയും എന്നാണ് പറയുന്നത്. എന്താണ് സത്യം? ആ സത്യബോധം നല്ല പോലെ ഉറപ്പ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഭേദചിന്തകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ 3 യോഗഭൂമികളിൽ ഭേദചിന്തകൾ ഉണ്ടാവും. പക്ഷെ തുടർന്ന് 4ാമത്തേലേക്ക് കടക്കുമ്പോഴേക്ക് ഭേദചിന്തയൊക്കെ പോകും. കാരണം സത്യം എന്താന്നുള്ള
ഉറപ്പുണ്ടാവും ഉള്ളില് എന്നാണ് പറയുന്നത്. അപ്പൊ ഭേദചിന്തകളൊക്കെ പോകും, എല്ലാറ്റിനെയും ഒരേപോലെ കാണാനുള്ളൊരു കഴിവുണ്ടാവും എന്നാണ്. എല്ലാറ്റിനെയും ഒരേപോലെ കാണും, അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ദ്വൈതാനുഭവം പൂർണ്ണമായും പോയിട്ടുണ്ടാവും. അദ്വൈതമായ ഒന്നിനെ മാത്രം ശ്രദ്ധിക്കുന്ന, അതിൽ സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥ വരും. അദ്വൈതാനുഭവം സ്ഥിരമായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ വരും നാലാമത്തേൽ. അപ്പൊ ഈ നാലാമത്തെ ഭൂമികയില് ചുറ്റുപാടുള്ള ഈ ജഗത്ത്, ഈ ലോകമൊക്കെ സ്വപ്നം പോലെ തോന്നുക എന്നാണ് പറയുന്നത്. ഒരു സ്വപ്നമായിട്ട് തോന്നും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്വപ്ന ഭൂമിക എന്ന് വിളിക്കാറുണ്ട്, നാലാമത്തേതിന്. അപ്പോ അതിൽ നാലാമത്തെ ഭൂമികയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സാകെ ലയിച്ചിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞാലോ, ഇതിന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. അഞ്ചാമത്തെ ഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഉണ്മ മാത്രമായി, സത്ത അത് മാത്രമായി മാറും എന്നാണ്. അപ്പൊ അവിടെ മനസ്സ് തീരെ ലയിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല എന്നാണ്. കാരണം ചുറ്റുപാടുകളൊന്നും അറിയില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭൂമിക്ക് സുഷുപ്തം എന്നൊരു പേരും കൂടിയും പറയാറുണ്ട്. കാരണം ഉറക്കത്തിൽ എങ്ങനെയാണോ അതേപോലെ. അപ്പോ വ്യത്യാസങ്ങളൊക്കെ പോയി അദ്വൈതാനുഭവത്തിൽ ഒന്നുകൂടി ഉറപ്പ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ദ്വൈതഭാവം എല്ലാം നീക്കം ചെയ്യപ്പെട്ടു, എല്ലാം പോയിട്ടുണ്ടാവും. അപ്പൊ വസ്തു എന്താണ്, സത്യം എന്താണ്, അത് ഉറപ്പ് വന്നിട്ടുണ്ടാവും. എന്നിട്ടോ ഉറങ്ങുമ്പോ എങ്ങനെയാണോ ഉള്ളിലൊരു ആനന്ദം അല്ല ഉണ്ടാവുന്ന, അതേപോലെ ആ യോഗിക്ക് ഉള്ളിലൊരു ആനന്ദാനുഭവമായിരിക്കും ഉണ്ടാവുക അഞ്ചാമത്തെ ഭൂമികയില് എന്നാണ് പറയുന്നത്. ഇപ്പൊ പുറമേ കർമ്മമൊക്കെ ചെയ്യുന്നുണ്ടാവും, ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ശ്രദ്ധ എപ്പോഴും തന്നിൽ തന്നെ ആയിരിക്കും, ഉള്ളിലായിരിക്കും ശ്രദ്ധ എന്നാണ്. പുറമെ അപ്പപ്പോ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അതൊക്കെ അങ്ങനെ പോകും, പക്ഷെ ശ്രദ്ധ എപ്പോഴും ഉള്ളിൽ, അന്തർമുഖത്വം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ചിത്തം ഉപശമിച്ചിട്ടുണ്ടാവും, ചിത്തത്തിൽ ഒരു കർമ്മം, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ നടക്കുന്ന ആളെ പോലെയാണ് നടക്കുക എന്നാണ് പറയുന്നത്. അല്ലെ, ഉറക്കത്തിൽ ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആളുടെ, അതേപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഭൂമികയില് അല്ലെ, അതിൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോ അതിലത്തെ അഭ്യാസത്തിന്റെ ദൃഢത കാരണം മുന്നോട്ട് പോകുന്തോറും വാസനകളൊക്കെ പൂർണ്ണമായും ഇല്ലാതെയാവും. എല്ലാ ചിത്തവാസനകളും മുഴുവൻ ലയിച്ചു ചേരും, എല്ലാം അപ്രത്യക്ഷമാവുന്നതാണ്. ചിത്തവാസനകളൊക്കെ അകന്നുപോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആറാമത്തെ ഭൂമികയിലേക്ക് കിടക്കുക, അതാണ് തുരീയം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തുര്യാവസ്ഥയിൽ എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു, സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞു. ഞാനില്ല, ഞാൻ ഇല്ലാതെ ഇല്ല, ആ അവസ്ഥയാണ് ആറാമത്തെ എന്നാണ് പറയുന്നത്. അതാണ് തുര്യാം എന്ന് പറയുന്നത്. അപ്പൊ ദ്വൈതവും ഇല്ല, ഐക്യവും ഇല്ല, ഒന്നുമല്ല രണ്ടുമല്ലാത്ത അവസ്ഥ. മനസ്സിലായോ? അത് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളത്. അപ്പൊ എല്ലാ സങ്കല്പങ്ങളും അകന്നുപോയി ആ കേവല സ്വരൂപത്തിലേക്ക് വരും എന്നാണ് വരുന്നത് ആറാമത്തേലെത്തി. ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഒരു സംശയവുമില്ല, ഒരു സങ്കല്പവുമില്ല, ജീവൻ മുക്തന്റെ അവസ്ഥയാണ്. അതാണ് തുര്യം എന്ന് പറയുന്നത്, പൂർണ്ണ ജീവൻ മുക്തൻ. അതാണ് ആറാമത്തിൽ. നിർവാണം പ്രാപിച്ചവനെ പോലെയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളില് സ്ഥിരമായിരിക്കും ആള്, ഉള്ളില് ശൂന്യമായിരിക്കും, പുറത്ത് ശൂന്യം. അങ്ങനെ ഒരു ആകാശത്തില് ഒരു ശൂന്യമായ അവസ്ഥയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളായിരിക്കും എന്നാണ് പറയുന്നത്. അന്തശൂന്യം എന്ന് പറഞ്ഞാൽ അതേസമയം അന്തപൂർണനുമാണ്. ബഹിശൂന്യനെ പോലെ ബഹിപൂർണനുമാണ് എന്നത്. എന്തോ ആയി മാറി, പക്ഷെ ഒന്നും ആയി തീർന്നതുമില്ല. ഈ ഒരു അവസ്ഥയാണ് ആറാമത്തെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആറാമത്തെ ഭൂമിയിൽ കഴിഞ്ഞുകൂടി പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഏഴാമത്തേലേക്ക് എത്തുക. ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ വിദേഹമുക്തിയാണ്, തുര്യാതീതം, വിദേഹമുക്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭൂമിക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയും. അത് അങ്ങനെ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിന്റെ മറുകര എത്തിയ അവസ്ഥയാണ്. ചിലർ ഈ അവസ്ഥയ്ക്ക് അതിനെ ശിവൻ എന്നാണ് പറയുക, ശിവം എന്ന് പറയും ചിലർ ഈ അവസ്ഥയ്ക്ക് ബ്രഹ്മം എന്ന് പറയുന്നു, ചിലർ വിഷ്ണു എന്ന് പറയുന്നു, ശൂന്യവാദികൾ ശൂന്യം എന്ന് പറയുന്നു, ചിലർ ഇതിനെ വസ്തു, ഇതാണ് വസ്തു എന്ന് പറയും. നമ്മൾ ഇതില്
കുറെ വസ്തു എന്ന് പറയുന്നത് വസ്തുതത്വം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, കുറെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വസ്തു എന്ന് പറഞ്ഞാൽ എന്താണോ സത്യമായിട്ടുള്ളത് ചിലതിനെ അത് പറയുന്നു. ചിലര് ഇതിനെ ഈ അവസ്ഥക്കാലം എന്ന് പറയുന്നു. ചിലര് ഇതിനെ പ്രകൃതിയെന്നും പുരുഷനെന്നും വേർതിരിച്ച് കാണുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തര് അവരവരുടെ ചിന്തകൾക്ക്, അവരവരുടെ സങ്കല്പങ്ങൾ അനുസരിച്ച് ഈ അവസ്ഥയ്ക്ക് പല പേരുകളും നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇത് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. പക്ഷെ എന്നാലും വാക്കുകൾ കൊണ്ട് അതിനെ പറയാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ബ്രഹ്മം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മം, ശൂന്യം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് വേണമല്ലോ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ. അതിനു വേണ്ടി ഒരു വാക്ക് ഉപയോഗിക്കും. പക്ഷെ വാക്കുകൾക്ക് അതീതമാണ് അവസ്ഥ. രാമനോട് പറഞ്ഞ, രാമ നിനക്ക് ഞാൻ ഇതാണ് 7 യോഗ ഭൂമികളിലെ ലക്ഷണങ്ങൾ ഞാൻ നിനക്കിപ്പോ വിവരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ യോഗ ഭൂമികളില് അഭ്യാസം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദുഃഖമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പൊ ഇവിടെ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞത്. എന്നിട്ട് തുടർന്ന് വസിഷ്ഠ മഹർഷി പറയാണ് രാമനോട്, രാമ ഇപ്പോ എന്താണ് ശംഖ് പോലത്തെ കൊമ്പുകളിൽ ഒരു പിടിയാനുണ്ട്. പിടിയാനയ്ക്ക് നീണ്ട കൊമ്പുണ്ടാവില്ല. ഇവിടെ ചെറിയൊരു തേറ്റ എന്ന് പറയുന്നത് ചെറിയ അത് ശംഖ് പോലെ ഉണ്ടാവും. അപ്പൊ ശംഖ് പോലുള്ള കൊമ്പുള്ള ഒരു പിടിയാനയുണ്ട് എന്ന് പറയാം. അപ്പൊ ആ പിടിയാന എങ്ങനെ നടക്കണ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പതുക്കെയാണ്, മന്ദം നടക്കണ പിടിയാന എന്നാണ്. വളരെ മൃദുവായിരിക്കും. വളരെ പതുക്കെ നടക്കുക, വളരെ സോഫ്റ്റ് ആയിട്ട് നടക്കും, വളരെ പതുക്കെ അങ്ങനെ നടക്കും. അവൾ അങ്ങേയറ്റം മതം കൊണ്ട് ഉന്മത്തയാണ് എന്ന് പറയാണ് ആ പിടിയാന. പക്ഷെ എപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നവളാണ് ആ പിടിയാന. എന്ന് മാത്രമല്ല എല്ലാ അനർത്ഥങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പിടിയാന. അപ്പൊ ആ പിടിയാനയെ പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ ഈ ഭൂമികളില് മനുഷ്യന് എത്തിച്ചേരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആരാണ് ആ പിടിയാന? ഏതാണ് ആ പിടിയാന? അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ പിടിയാനയെ എത്ര കാലം പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ലയോ അതുവരെ ഒരാൾക്കും ഇതിൽ നിന്ന് ഈ ഭൂമികളിലേക്ക് കടക്കാൻ പറ്റില്ല എന്നാണ്. ഭൂമികളെ ജയിക്കാനായിട്ട് പറ്റില്ല, ഭൂമികളിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ യാത്ര ചെയ്യണമെങ്കിൽ ഈ പിടിയാനയെ പിടിച്ചു കെട്ടണം എന്ന് പറയാണ്. അത് വസിഷ്ഠ മഹർഷി പറഞ്ഞപ്പോ രാമൻ ചോദിക്കുകയാണ്, ഏതാണ് ഈ പിടിയാന എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇവളെ ജയിക്കുക, എങ്ങനെയാണ് ഇവളെ കീഴടക്കുക, ഇവൾ എവിടെയാണ് സന്തോഷിച്ച് കഴിയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രീരാമൻ. അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, രാമ ഈ പിടിയാനയുടെ പേരാണ് ഇച്ഛ എന്ന്. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആഗ്രഹമാകുന്ന പിടിയാന. മനസ്സിലായോ? അതിന്റെ സ്വരൂപം എന്താണ്? എനിക്കിത് വേണം. അതാണല്ലോ ആഗ്രഹത്തിന്റെ സ്വരൂപം അല്ലെ? എനിക്കത് വേണം, അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ. എനിക്കത് കിട്ടണം, എനിക്കത് വേണം. ഈ പിടിയാനയുടെ സ്വരൂപം അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൾ എവിടെയാണ് ഇങ്ങനെ എന്താണ് മതിച്ചിളകി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരമാകുന്ന കാട്ടിലാണ് എന്നാണ്. ഈ ശരീരത്തിനകത്താണ്. ഇനി ഇതിന്റെ ആനക്കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് അല്ലെ? നാവ് എന്ന് പറയുന്നത് മധുരമായിട്ട് സംഭാഷണം ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്ന രഹസ്യമായ ഒരു സ്ഥലത്താണ് ഈ ആഗ്രഹമാകുന്ന പിടിയാന ഒളിച്ച് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവളുടെ കൊമ്പുകൾ എന്ന് പറയുന്നത് പുണ്യവും പാപവും നിറഞ്ഞ കർമ്മങ്ങളാണ്. അവള് മതയാനയാണെന്ന് പറഞ്ഞു, മതം പൊട്ടി ഒഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസനകളുടെ കൂട്ടമാണ്, വാസനകളുടെ കൂട്ടം. അപ്പൊ അറിവില്ലാത്തവരായ ആളുകളെ ഈ ഇച്ഛയാകുന്ന അല്ലെങ്കിൽ ആഗ്രഹമാകുന്ന ഈ പിടിയാന എപ്പോഴും ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ആകെ ഇങ്ങനെ എന്താണ് ക്ഷീണിക്കുന്നത്? എന്തുകൊണ്ടാ? ഉള്ളിലുള്ള ഈ ആഗ്രഹങ്ങളിലെ ചവിട്ടി മെതിക്കൽ കൊണ്ടാണ് എന്നാണ്. അപ്പൊ ഈ സംസാരത്തിലെ, ഈ ജീവിതത്തിലെ സങ്കല്പങ്ങളാണ് ഈ പിടിയാനയുടെ ഭൂമികള്, രണഭൂമി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് മനുഷ്യൻ ജയവും പരാജയവും ഒക്കെ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെയാണ്.
അപ്പൊ ഈ ആനയുടെ, ഈ പിടിയാനയ്ക്ക് പല പേരുകളും പറയുന്നുണ്ട്. വാസന എന്ന് പറയും, മനസ്സ്, ചിത്തം, സങ്കല്പം ഒക്കെ അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവളെ എങ്ങനെയാണ് ഒരു ആയുധം പ്രയോഗിച്ചിട്ടും ഇവളെ ജയിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയുള്ള ആയുധമാണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, കടുത്ത ഒരു ആയുധം കൊണ്ട് മാത്രമേ ഈ പിടിയാനയെ മെരുക്കാൻ സാധിക്കുള്ളൂ. ഏതാണ് ആ കടുത്ത ആയുധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ധൈര്യം എന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങളെ അടക്കി നിർത്താൻ ധൈര്യം വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ധൈര്യം എന്ന ആയുധം കൊണ്ട് വേണം ഈ ഇച്ഛയാകുന്ന പിടിയാനയെ തളയ്ക്കാൻ. അതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഇതെനിക്ക് വേണം എന്നുള്ള ഈ ഒരു ആഗ്രഹമാകുന്ന പിടിയാന ഉള്ളിലിങ്ങനെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കാലം അങ്ങനെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രയും കാലം ഈ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് അവസാനം ഉണ്ടാവില്ല എന്നാണ്. ഒരു ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്ക് വീണ്ടും വരും. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ജന്മം. അപ്പൊ എന്ത് വേണം? ഇവളെ പിടിച്ചു നിർത്തണം എന്നാണ്, പിടിച്ചു കെട്ടിയിടണം. അതിനുള്ള ആയുധാണ് ധൈര്യം. ധൈര്യം വേണം. ആഗ്രഹങ്ങളൊക്കെ അടക്കാൻ ധൈര്യം വേണം എന്നാണ് പറയുന്നത്. അതിലൂടെ ഇവളെ അടക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ ഈ സംസാരം എന്ന് പറയുന്നത്, സംസാരം എന്നാണ് ഈ ഒരു ജീവിതം മൊത്തത്തിൽ. അത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആഗ്രഹമാണ്. എനിക്കിത് വേണം, അല്ലെങ്കിൽ എനിക്കത് വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ഇച്ഛ, അതാണ് സംസാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മുഴുവൻ ഇല്ലാതാവുന്നതാണ് മോക്ഷം. ആഗ്രഹങ്ങൾ മുഴുവൻ നീക്കം ചെയ്യപ്പെടുന്നതാണ് മോക്ഷം. അപ്പൊ ജ്ഞാനം ഇത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ആഗ്രഹങ്ങളെല്ലാം നീങ്ങിപ്പോയി, ഉള്ളില് എല്ലാ മാലിന്യങ്ങളും, ഒരു കളങ്കവുമില്ല. അപ്പൊ ചിത്തം വളരെ പരിശുദ്ധമായി, വളരെ പ്രസന്ന ഭാവമായി ചിത്തം. അപ്പൊ അങ്ങനെയുള്ള മനസ്സില് ആചാര്യന്റെ ഉപദേശം, ആ വാക്കുകൾ പറ്റി നിൽക്കും, പറ്റിപ്പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഗുരുവിന്റെ ഉപദേശം മുഴുവനായിട്ടും ഉള്ളിൽ പതിയാത്ത ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ പല ആഗ്രഹങ്ങളും പല മാലിന്യങ്ങളും മനസ്സിൽ നിറഞ്ഞിരിക്കുക. അപ്പൊ ഈ ചിത്തമാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഉപദേശം എത്ര ഉപദേശിക്കാൻ കാര്യമില്ല. കാരണം അതിൽ എഫക്റ്റീവ് ആവില്ല. നമ്മളുടെ കുറ്റമല്ല, എന്താ ചെയ്യാ? നമ്മുടെ കുറ്റമല്ല. കാരണം ഉള്ളില് ചിത്തമാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുക. മാലിന്യം പറഞ്ഞാൽ ആഗ്രഹങ്ങള്, പല കാര്യങ്ങളും, ഇതൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് എല്ലാ ആഗ്രഹങ്ങളും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഒരു കളങ്കവും ഇല്ലാതെ വളരെ ശുദ്ധമായിരിക്കുകയാണെങ്കിൽ, ആ മനസ്സിൽ, ആ ചിത്തത്തിൽ കിട്ടുന്ന ഉപദേശം, ഇപ്പൊ ഒരു കണ്ണാടിയിൽ ഒരു എണ്ണ തുള്ളി വീണ് കഴിഞ്ഞാൽ അത് അതിലിങ്ങനെ പറ്റി പിടിക്കും. അതേപോലെയാണ് നിഷ്കളങ്കം എല്ലാ മാലിന്യങ്ങളും നീങ്ങിപ്പോയ ചിത്തത്തില് ഉപദേശം പറ്റിപ്പിടിക്കുന്നത്. അങ്ങനെയാണ് ഉപദേശം എഫക്റ്റീവ് ആവുന്നത്. അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇച്ഛ, ഈ ആഗ്രഹം സ്വല്പമെങ്കിലും ഉണർന്നു വരികയാണെങ്കിൽ അതിനെ അപ്പൊ തന്നെ ഇല്ലാതാക്കണം, മുറിച്ചു കളയണം എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ മുറിച്ചു കളയുക വെച്ച് കഴിഞ്ഞാൽ, ഒരു സങ്കല്പം ചെയ്യാതിരിക്കൽ, സങ്കല്പിക്കാതിരിക്കൽ, അതാണ് അതിന്റെ ആയുധം എന്നാണ്. ആ കത്തി കൊണ്ട് വേണം അതിനെ മുറിച്ചു കളയാൻ എന്ന് പറയും. അപ്പോ സങ്കല്പങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ഇച്ഛയില്ല. അപ്പൊ ഈ ഇച്ഛ, ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമാണ്, ഒരു ചിന്തയാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ചിത്തം ശാന്തമായ, നിശബ്ദമായി കഴിഞ്ഞാൽ പിന്നെ സങ്കല്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ അവസ്ഥയിൽ, അപ്പൊ സങ്കല്പം എന്ന് പറഞ്ഞാൽ എനിക്കിത് വേണം എന്നുള്ള തോന്നൽ, അതാണ് സങ്കല്പങ്ങൾ വരുന്നത്, അതാണ് കല്പന. അപ്പൊ ഈ സത്യം എന്താണെന്നുള്ളത് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, പിന്നെന്താണ്? പിന്നെ ഈ ചുറ്റുപാടും കാണുന്നൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്നുള്ള ഉറപ്പ് വരും. അപ്പൊ ചുറ്റുപാടുമുള്ളതൊന്നും സത്യമല്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ആഗ്രഹം തന്നെ പൊക്കോളും മനസ്സിൽ നിന്നും. പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അല്ലെ? അത് ആ ഉറപ്പ് വരാത്തിടത്തോളം കാലം പലതിന്റെ പിന്നാലെയും മനസ്സ് പോയിക്കൊണ്ടിരിക്കും. അതിനോടൊക്കെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ആ സത്യബോധം ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചുറ്റുപാടും വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക? പിന്നെ ഈ സങ്കല്പങ്ങളെല്ലാം, ആഗ്രഹങ്ങളെല്ലാം പൊക്കോളും. അപ്പൊ ഈ ചുറ്റുമുള്ള വിഷയങ്ങളെ ഓർക്കുന്നതാണ് സങ്കല്പം എന്ന് പറയും. അപ്പൊ വിഷയങ്ങളെ മുഴുവൻ മറന്നു കഴിഞ്ഞാലോ അതാണ് സത്യം, അതാണ് ശിവം. അവിടെ സങ്കല്പങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ അവസ്ഥയില്
മുമ്പ് അനുഭവിച്ചിട്ടുള്ളതും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുമായ എല്ലാം അതിൽ മറക്കണം എന്നാണ്, എല്ലാം ഉള്ളിൽ നിന്ന് പോണം. രാമനോട് പറഞ്ഞു, രാമ, നീ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതും ഇതുവരെയായിട്ട് അനുഭവിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളെയും നീ മറക്കൂ എന്ന് പറയുന്നു. ഉള്ളിൽ നിന്ന് എല്ലാം മറക്കൂ. ചിലർ പറയാറുണ്ടല്ലോ, എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, മറവി വന്നു. അതൊരു അനുഗ്രഹമാണ്, നല്ലതാ. മറവി വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ് യഥാർത്ഥത്തിൽ. മനസ്സിലായോ? എന്ന് വെച്ചാൽ എല്ലാം മറക്കണം. ചിലർക്ക് ചില കാര്യങ്ങൾ മറക്കും, ചില കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് കാര്യമില്ല, മറക്കുകയാണെങ്കിൽ എല്ലാം മറക്കാം. അതുകൊണ്ട് എല്ലാം മറന്ന് ആ സത്യത്തെ മാത്രം ആശ്രയിക്കുക, സത്യത്തെ മാത്രം മുറുകെ പിടിക്കുക. എന്നിട്ട് പുറമേക്ക് ഒരു മന്ദബുദ്ധിയെ പോലെ കഴിഞ്ഞോളാൻ അവർ, പുറമേക്ക് ഒരു മൂഢനെ പോലെ നിലനിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ ആ സത്യത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടാവണം. അപ്പൊ ആളുകള് ഭ്രാന്തനാണ്, വട്ടനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് അവർ. കാരണം ഉള്ളില് സത്യമുണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ് വസിഷ്ഠ മഹർഷി പറയണം രാമനോട്, ഉറക്കെ പറയണം. ഞാനിത് 2 കൈയും ഉയർത്തി ഉറക്കെ പറയണം, നിലവിളിച്ച് പറയണം. പക്ഷെ ആരും ഇത് കേൾക്കണില്ല എന്ന് പറയണം. എന്താണ് ഉറപ്പിച്ചു പറയുന്നത്? ഒരു സങ്കല്പവും ഇല്ലാതിരിക്കലാണ് മോക്ഷം. ഞാനിത് ഉറപ്പിച്ചു പറയണോ എന്ന് പറയുന്നു. 2 കൈയും പൊക്കി ഞാൻ ഉറക്കെ നിലവിളിച്ച് പറയുകയാണ്. പക്ഷെ ആരും കേൾക്കാനില്ല ഇത്. എന്താണ് പറയുന്നത്? ഒന്നും സങ്കല്പിക്കാതിരിക്കലാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സത്യം എന്തുകൊണ്ടാണ് മോക്ഷം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ഉറപ്പിക്കുന്നില്ല? ഇപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളില് നിശബ്ദമാണെങ്കിൽ, ഒരു ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ, ആ അവസ്ഥ കൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ആ അവസ്ഥ കൊണ്ട് തന്നെ യോഗ ചിത്തവൃത്തി നിരോധ, പതഞ്ജലി യോഗസൂത്ര, യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളെല്ലാം ഇല്ലാതെയാവുമ്പോ ഉള്ളിലൊരു സൈലൻസ്, ഒരു നിശബ്ദത ഉണർന്നു വരും. അത് ആ ദൃഷ്ടുക സ്വരൂപത്തിലേക്ക്, ദൃഷ്ടുക സ്വരൂപേ അവസ്ഥാനം, ദൃഷ്ടാവിന്റെ സ്വരൂപത്തിലേക്ക് എത്തിക്കും. അപ്പൊ ഈ ചിത്തവൃത്തികളാണ് സ്വരൂപത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടുപോകുന്നത്, അവനവനിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത്, ദൂരേക്ക് കൊണ്ടുപോകുന്നത് ചിത്തവൃത്തികളാണ്. അപ്പൊ ഇതെല്ലാം അകന്നു പോകുമ്പോൾ ഉള്ളിലൊരു നിശബ്ദത, ഒരു സൈലൻസ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഉള്ളിലത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുജി നമ്മളോട് അഡ്വാൻസ് കോഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഡ്വാൻസ് കോഴ്സിൽ എന്താണ്, നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ല. 3 ദിവസമോ 4 ദിവസമോ 5 ദിവസമോ ഒക്കെ നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലും ആ ഒരു സൈലൻസ് വളരാൻ തുടങ്ങും. ആ നിശബ്ദത അതുകൊണ്ട് തന്നെ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു അനുഭവത്തില്, ഉള്ളിൽ ആ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ പുറമെ എന്തുണ്ടെങ്കിലും അതൊക്കെ വളരെ നിസ്സാരമായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയാലും അതൊരു പുല്ല് പോലെ ഉണ്ടാവുള്ളൂ എന്ന്, അത്രയും നിസ്സാരമായിരിക്കും എന്ന് പറയാം. അപ്പൊ രാമനോട് പറയാം, രാമ, നീ ഈ ഒരു കാര്യം ഓർമ്മിക്കൂ, ഇതൊരിക്കലും മറക്കരുത്. എന്താണെന്നറിയാമോ? ഇപ്പോ ഒരു സ്ഥലത്തുകൂടെ, മനോഹരമായ ഒരു പ്രദേശത്തു കൂടെ ഒരാൾ യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, വഴിയാത്രക്കാരൻ പോകുമ്പോൾ അയാള് തന്റെ പാദങ്ങൾ ഇങ്ങനെ കാലിങ്ങനെ വെക്കുമ്പോൾ കാലിലൊന്നും പറ്റിപ്പിടിക്കാതെയാണ് കാലിങ്ങനെ ചലിപ്പിക്കുക, അല്ലെ? കാലിലൊന്നും ഒട്ടരുത് വെച്ചിട്ട് കാലിങ്ങനെ ചലിപ്പിക്കും. ഇതേപോലെ വേണം ഒന്നിലും ഒട്ടലില്ലാതെ ഒരു മോക്ഷം വേണമെന്നുള്ള ആഗ്രഹങ്ങള് നിസ്സംഗമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നും തന്നിൽ പറ്റാൻ അനുവദിക്കരുത് എന്നാണ്. തന്നിൽ പറ്റിപ്പിടിക്കാൻ ഒന്നും അനുവദിക്കരുത്. ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാ, വിട്ടേക്കുക. ഒന്നിലും കുടുങ്ങിപ്പോകരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ വേണം പോവാൻ എന്നാണ് പറയുന്നത്. അപ്പോ ബന്ധം എന്ന് പറയുന്നത് സങ്കല്പമാണ്. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാലോ സങ്കല്പം ഇല്ലാത്തതാണ് മോക്ഷം എന്ന് പറയും. രാമനോട് പറയാണ്, ഈ എന്താണ് ഈ ഇതിനെ മുഴുവൻ എങ്ങനെ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശാന്തമായ, അനന്തമായ, സ്ഥിരമായ ഒരു ബോധരൂപമായിട്ട് കാണുമോ എന്ന് പറയുന്നത്. അപ്പൊ നീ എന്തൊക്കെ ഇവിടെ കാണുന്നുണ്ടോ, ഈ ലോകത്തെ ഈ ചുറ്റും നീ കാണുന്നുണ്ടല്ലോ, ലോകത്തെ കാണുന്നുണ്ടല്ലോ, ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ,
അത് മുഴുവൻ ബോധത്തിന്റെ രൂപം തന്നെയാണ്, ബോധം തന്നെയാണ്. ആ രീതിയിൽ കണ്ടുകൊണ്ട് നീ വളരെ സുഖമായിട്ട് കഴിയൂ എന്ന് പറയാണ്. ഉള്ളിൽ ഒരു ദുഃഖത്തിന്റെയും ആവശ്യമില്ല. ഇവിടെ ചുറ്റുപാടും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ബോധമാണ്, ബോധസ്വരൂപമാണ്, ബ്രഹ്മമാണ്. ആ രീതിയിൽ കാണും എല്ലാറ്റിനെയും എന്ന് പറയാം. അപ്പൊ ഒരു സങ്കല്പങ്ങളും ഇല്ലാതിരിക്കലാണ് യോഗം. യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ, ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട് അല്ല. അപ്പൊ യോഗം അഭ്യസിച്ചുകൊണ്ട് യോഗസ്ഥനായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. പിന്നെയോ അതിന് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കും, അതും പറയുന്നുണ്ട് അല്ലെ. അപ്പോ ഒന്നും സങ്കല്പിക്കാതിരിക്കലാണ് യോഗം. അത് തന്നെയാണ് ചിത്തത്തിന്റെ ഉപശമം, ശാന്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒന്ന് മാത്രമായിരിക്കുന്ന ആ സത്യം, ആ ബോധ സത്യം, അതുമായി ഒന്നായി ചേർന്നുകൊണ്ട്, ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയാണോ ചെയ്യണമെന്ന് തോന്നുന്നു അതൊക്കെ ചെയ്യാം. എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോ എത്ര കാലം അഹന്താ മമതകളുണ്ടോ, ഞാൻ എന്റെ എന്നുള്ള ചിന്ത ഉള്ളിടത്തോളം ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഞാനും എന്റേതെന്നുള്ള ചിന്ത വിടാനാണ് പറയുന്നത്. അപ്പൊ ആ ചിന്ത പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖം ഉണ്ടാവില്ല. പിന്നെ എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യൂ എന്ന് പറയാം. അപ്പോ എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ശാന്തമായ, ഒരിക്കലും ജനിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത ആ സത്യത്തെ മാത്രം സ്മരിക്കുന്നതാണ് കർമ്മത്യാഗം എന്ന്. അല്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ വിട്ടുകളയല്ല, ചെയ്യാതെ മിണ്ടാതിരിക്കലല്ല. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മിണ്ടാതിരിക്കലും ഒരു കർമ്മമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? കർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ചു, ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ മിണ്ടാതിരിക്കലും ഒരു കർമ്മമായി മാറും. അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, മിണ്ടാതിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, കർമ്മത്തെ ത്യജിക്കാനാണ് പറഞ്ഞത്. അതിനുള്ള മാർഗം എന്താ? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ മംഗളസ്വരൂപമായ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ശാന്തമായ ആ ഒരു വസ്തു, ആ ഒരു സത്യത്തിനെ മാത്രം സ്മരിക്കുക അല്ലെ. അതിനെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു. അത് തന്നെയാണ് കർമ്മത്യാഗം എന്ന് പറയുന്നത്. അതാണ് കർമ്മത്യാഗം. അത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോ അത്രയും പറഞ്ഞിട്ടാണ് ഈ ഒരു സർഗം അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്തത് നമ്മള് ഈ ശാസ്ത്രം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണ് എന്നുള്ളതാണ് പറയുന്നത് അടുത്തത്. ഇപ്പൊ യോഗ വാസിഷ്ടം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടാവുക എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ കേട്ടു അല്ലെ. ഇന്നിപ്പോ എത്ര 72ാമത്തെ ദിവസമാണ് നമ്മള്. അപ്പൊ ഇത്രയും ദിവസം കേട്ടു. അപ്പൊ ഈ യോഗശാസ്ത്രം, ഈ ശാസ്ത്രം, യോഗവാസിഷ്ടം എന്ന ഈ ഒരു ശാസ്ത്രം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെയാണ് ഫലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നാളെ മുതൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. സുഖമായിട്ടിരിക്കും. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം പുറത്തേക്ക് ഇടാം. ശരീരം നിശ്ചലമായിരിക്കട്ടെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന നിശ്ചലത, ശാന്തത, അതിൽ വിശ്രമിക്കൂ. ഓം
സമിദ്ധ്യുപസീവൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ വസൂന്യാഭരാ സങ്കച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാശേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.